നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെകളിലുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22, 2025 വെള്ളി. GST റിഫോംസിലുള്ള പ്രതീക്ഷകളെ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിലും ബാങ്കിംഗ് സ്റ്റോക്കിലും ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇന്നലെയും തുടർച്ചയായി ആറാമത്തെ ട്രേഡിംഗ് സെക്ഷനിൽ നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഫെഡറൽ റിസർവിന്റെ ജാക്ക് ഹോളിലെ വാർഷിക യോഗത്തിന് മുന്നോടിയായിട്ട് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ജാഗ്രതയോട് കൂടിയിട്ടുള്ള ട്രേഡിംഗിന്റെ ഫലമായി ഇന്നലെ നിഫ്റ്റി 2.25 അതിന്റെ ഡേ ഹൈ ടച്ച് ചെയ്തെങ്കിലും അവിടെ നിന്ന് പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായിരുന്നെങ്കിൽ കൂടിയിട്ടും പതിവിന് വിപരീതമായി ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1246.51 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2546.27 കോടി രൂപയ്ക്ക് ബൈ തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ ബുള്ളി എന്ന് വിശേഷിപ്പിക്കുക ഉണ്ടായി. മാത്രമല്ല ഇന്ത്യൻ പ്രൊഡക്ട്സിന് ചൈനീസ് മാർക്കറ്റിലേക്ക് പ്രവേശനം അനുവദിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,160, 25,250 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നും ഈ രണ്ടു ലെവലുകളും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 25,300 എന്ന ലെവൽ നിഫ്റ്റി മറികടന്നേക്കാം. അതേസമയം 25,000 എന്ന ലെവൽ നിഫ്റ്റിക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കൂടിയാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,900 എന്ന ലെവൽ അടുത്ത സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 24,850 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. കാരണം ഈ ലെവലിലാണ് തിങ്കളാഴ്ചത്തെ ലോ സ്ഥിതി ചെയ്യുന്നത്. തിങ്കളാഴ്ചത്തെ ലോ ആയ 24,850 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങളാണ്. മാർക്കറ്റിനെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നതിനാൽ തന്നെ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറയാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7:30 US-ൽ നിന്നും എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റ ജൂലൈ മാസത്തെ റിലീസ് ചെയ്യുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് 2% ഉയർച്ചയാണ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. ജൂൺ മാസത്തിൽ 3.93 മില്യണിൽ നിന്നും ജൂലൈ വന്നപ്പോൾ 4.01 മില്യനായി മാറുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 11:30 UK-യിൽ നിന്നും ജൂലൈ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് വരുന്നുണ്ട്. ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് ഉള്ളത് കൊണ്ട് മാത്രമല്ല ഫെഡറൽ റിസർവിന്റെ ആനുവൽ മീറ്റിംഗ് ജാക്ക് ഹോളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വീക്കെൻഡ് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യണം. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഡോക്ടർ റെഡ്ഡീസ് 2% നേട്ടം കൈവരിച്ചുകൊണ്ട് ടോപ്പ് പെർഫോമറായി മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US-ലെ S&P 500-ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. എങ്കിൽ നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 52 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ ഫ്രാൻസ് മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം തുടങ്ങിയപ്പോൾ കൊറിയൻ മാർക്കറ്റ് 1% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. കമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡും ഗോൾഡും സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടും ക്രൂഡ് ഓയിൽ ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവോ നെഗറ്റീവായ ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നലത്തെ എക്സ്പയറിക്ക് ശേഷം ഇന്നുകൊണ്ട് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടും.
എങ്കിലും നിലവിൽ നിഫ്റ്റിയുടെ PCR 1.01 എന്ന നിലയിലും മാക്സ് പെയിൻ 25,050 എന്ന നിലയിലുമാണ്. ഹയർ ലെവൽസിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഫലമായിട്ട് നിഫ്റ്റിയിൽ ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. എങ്കിലും നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജസുമായ 10, 20, 50, 100 ഡേ EMA മുകളിലായിട്ടാണ് വ്യാപാരം ഇന്നലെയും അവസാനിപ്പിച്ചത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിലും 25,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് ദൃശ്യമാകുന്നതെങ്കിലും 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. തുടർച്ചയായി നാലാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ബാങ്ക് നിഫ്റ്റി അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജസുകളായ 20, 50 ഡേ EMA ഇടയിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലുണ്ടായ റാലിയുടെ ഫലമായിട്ട് പ്രീവിയസ് ഡേ ലോ ഡിഫെൻഡ് ചെയ്യുവാൻ ബാങ്ക് നിഫ്റ്റിക്ക് ആയെങ്കിൽ കൂടിയിട്ടും ഡെയിലി ചാർട്ട്സിൽ നിന്നും ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 55,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വലോർ എസ്റ്റേറ്റ്സ് കമ്പനി GHV ഇൻഫ്രയുമായിട്ട് സംയുക്തമായി 2,000 കോടി രൂപ മൂല്യം വരുന്ന ഹൗസിംഗ് പ്രോജക്ട് മുംബൈയിലെ മലാഡ് ഈസ്റ്റില് തുടക്കം കുറിക്കുന്നു എന്നുള്ള വാർത്തകൾ. എഞ്ചിനീയേഴ്സ് ഇന്ത്യ 2 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഓഗസ്റ്റ് 29 ആയിരിക്കും റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. പാരാസ് ഡിഫൻസ് 45.32 കോടി രൂപയുടെ പുതിയ ഓർഡർ BEL നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഗോപാൽ സ്നാക്സ് ഡിസംബർ 11, 2024 ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റില് തീപിടുത്തം ഉണ്ടായിരുന്നു. ഈ ആക്സിഡന്റിന്റെ ഫസ്റ്റ് ഇൻട്രീം പേയ്മെന്റ് ആയിട്ട് 19.99 കോടി രൂപ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. അപ്പോളോ ഹോസ്പിറ്റൽസ് എന്റർപ്രൈസസ് പ്രൊമോട്ടർ സുനിത റെഡ്ഡി 1.25% സ്റ്റേക്കുകൾ 1,395 കോടി രൂപ മൂല്യം വരുന്നവ ബ്ലോക്ക് ഡീൽ വഴി 7,747 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ വിറ്റഴിക്കുന്നു എന്നുള്ള വാർത്തകൾ. വിപ്രോ സാംസങ് കമ്പനിയുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻ ബിസിനസ് യൂണിറ്റ് ആയിരുന്ന ഹർമാനെ കമ്പനി അക്വയർ ചെയ്യാനുള്ള എഗ്രിമെന്റിലേക്ക് പ്രവേശിച്ചു എന്നുള്ള വാർത്തകൾ. ടെക്സ്മാക്കോ റെയിൽ 103.16 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. വേദാന്ത ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഇൻട്രീം ഡിവിഡൻഡ് 16 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ ബോർഡ് അപ്രൂവൽ നൽകുകയുണ്ടായി. ഓഗസ്റ്റ് 27, 2025 ആയിരിക്കും റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.